വലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു. ബിസ്മില്ലാഹിൽ അൽഹംദുലില്ലാഹി അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. ബഹുമാന്യരായ ജ്യേഷ്ഠാനുജ സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പ്രവാചകരുടെ അധ്യാപനങ്ങളെ കുറിച്ച് പഠിക്കുന്ന ഒരു കൂട്ടായ്മയാണ് നമ്മുടെ ജീവിതഗന്ധിയായ ജീവിതവുമായി ബന്ധപ്പെട്ടും വിശ്വാസവുമായി ബന്ധപ്പെട്ടും ആചാരാനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ടും വിശുദ്ധമായ ഹദീസ് ഗ്രന്ഥം അടിസ്ഥാനപ്പെടുത്തി ഉള്ള പഠനത്തിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച വിശുദ്ധമായ റബീഉൽ അവ്വൽ വരെയാണ്. റമളാൻ മാസത്തിൽ നമ്മൾ വിശുദ്ധമായ ഖുർആനെ ഒന്ന് കൂടുതൽ പരിചയപ്പെടാനുള്ള ഒരു ശ്രമം നടത്തും. റമളാൻ ഖുർആൻ്റെ വാർഷിക മാസമാണ്. ആ വിശുദ്ധമായ ഖുർആനിൻ്റെ ഏറ്റവും വലിയ വ്യാഖ്യാനമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം, ജീവിതചര്യ, അധ്യാപനം, നബിയുടെ ഒരു ബയോഗ്രഫിയും സീറയും നബിയെ അടുത്തറിയുക എന്നൊക്കെയുള്ള ഒരു ഉദ്ദേശം കൂടി റബീഉൽ അവ്വലിൻ്റെ ഒരു മാസത്തിൽ നമുക്ക് ഉണ്ടാകാവുന്നതാണ്. മാത്രമല്ല, എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിക്കണം, ഓർക്കണം, സ്നേഹിക്കണം, ഇഷ്ടപ്പെടണം. റബീഉൽ അവ്വൽ നമുക്കതിനൊരു അവസരം നൽകുന്നു. ഒരു ആയിരക്കണക്കിന് ബയോഗ്രഫികൾ, സീറകൾ നബിയെക്കുറിച്ച് എഴുതപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത് വായിക്കുക, മനസ്സിലാക്കുക, ആ ജീവചരിത്രം ഒന്നുകൂടി പഠിക്കുക. അപ്പോൾ നമ്മൾക്ക് നമ്മൾ ഇഷ്ടപ്പെടുന്ന, സ്നേഹിക്കുന്ന പ്രവാചകരാണെന്ന് വിശ്വസിക്കുന്ന, ഇഷ്ടപ്പെടൽ നമുക്ക് നിർബന്ധമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനൊരു അവസരം നമുക്ക് കിട്ടും. അപ്പോൾ ഒരു 3 വർഷം മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിത ചരിത്രം, സീറ, നബി ജീവചരിതം എന്ന പേരിൽ ഒരു 100-ലധികം ക്ലാസ്സുകളിലായിട്ട് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ വീണ്ടും ആ ഒരു ക്ലാസ്സുകളിലൂടെ ഒന്നിങ്ങനെ പോകാം എന്ന് കരുതി അതൊന്ന് രണ്ടാമത് കേൾക്കാനും അതിൽ പറഞ്ഞ കാര്യങ്ങളൊന്നുകൂടി ഓർമ്മിച്ചെടുക്കാനും ആഗ്രഹമുണ്ടായതുപോലെ തന്നെ അത് കേട്ടപ്പോൾ അത് പുതുമ നഷ്ടപ്പെടാതെ, അഥവാ എല്ലാ കാലത്തും ഒരേപോലെ നമുക്ക് പഠിക്കേണ്ട ഒരു വിഷയമായതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഓരോ ദിവസവും അതിലെ 2 എപ്പിസോഡ് വീതം, 2 ക്ലിപ്പുകൾ വീതം നമ്മുടെ ഹദീസ് ക്ലാസ് കേൾക്കുന്ന ആളുകൾക്ക് അയച്ചു കൊടുക്കാമെന്ന് കരുതുകയാണ്. അപ്പോൾ ലെവൽ വരികയും കൂടി ചെയ്യുകയാണല്ലോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് താല്പര്യമുള്ള ആളുകളൊക്കെ അത് കേൾക്കുക, കഴിയാവുന്ന ആളുകളൊക്കെ കേൾക്കുക. മറ്റുള്ളവർക്ക് കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം കേട്ട് പഠിക്കാൻ താല്പര്യപ്പെടുന്ന ആളുകൾക്ക് അത് എത്തിച്ചു കൊടുക്കുകയും താല്പര്യമുള്ളവരെ നമ്മുടെ ഈ ഒരു കൂട്ടായ്മയിലേക്ക് ചേർക്കുകയും ചെയ്യുക. ആരെയും അവരോട് പറയാതെ അല്ലെങ്കിൽ ബുദ്ധിമുട്ടിച്ച് ചേർക്കരുത്. പലർക്കും ഗ്രൂപ്പുകൾ ചേരലാണെന്ന് ഇഷ്ടാവില്ല. അപ്പോൾ ആരുടെയും നിർബന്ധിച്ച് കേൾപ്പിക്കുക എന്നുള്ളത് നമ്മൾ ശീലവും ചെയ്യരുത്. നമുക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ട നിർബന്ധമുള്ള ആളുകൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഓരോ ഘട്ടത്തിൽ നമ്മുടെ മക്കൾക്ക് ഇതൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കണം. പിന്നെ നമ്മളാരും ഒരു ശല്യമായിട്ട് ക്ലാസ്സുകൾ ഇങ്ങനെ ആർക്കും ഒരു ശല്യമായിട്ടില്ല. അങ്ങനെ ഇഷ്ടമില്ലാത്തവരെ നമ്മൾ ഗ്രൂപ്പ് ചേർക്കുക, എല്ലാവർക്കും കൂടി ബുദ്ധിമുട്ടിച്ച് അയച്ചു കൊടുക്കുക, അങ്ങനെയൊന്നും ചെയ്യുമ്പോൾ അതൊരു അരോചകമായിട്ട് ഒരിക്കലും ഇത് തോന്നാൻ പാടില്ല. എല്ലാവരും സ്നേഹത്തോടെയും ഇഷ്ടത്തോടെയും കേൾക്കുകയും പഠിക്കേണ്ട വിഷയമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവചരിത്രം എന്നത്. ഇൻഷാ അല്ലാഹ് ഇന്ന് മുതൽ നമ്മളൊരു 3 വർഷം മുമ്പ് റെക്കോർഡ് ചെയ്തതാണ്. എന്നാൽ അത് കേൾക്കുമ്പോൾ തന്നെ അത് നന്നായി റെഫർ ചെയ്തൊരു ക്ലാസ്സുകളാണ്. ഞാനും അത് ഒന്നുകൂടി കേൾക്കാൻ താല്പര്യപ്പെടുന്നു. നിങ്ങളെയും അത് അയച്ചു തരികയാണ്. ഇൻഷാ അല്ലാഹ് നിങ്ങളെല്ലാവരും ദുആ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും ചുരുങ്ങിയ ഒരു ജീവിത കാലഘട്ടം ഏറ്റവും ആസ്വാദ്യകരമായി നന്മ നിറഞ്ഞ് ജീവിച്ചു തീർക്കാനും അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം പഠിക്കുക എന്നുള്ളത് നമുക്കൊരുപാട് ഊർജവും ഒരുപാട് മോട്ടിവേഷനും നൽകും. സഹോദരിമാരെ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ റബീഉൽ അവ്വലിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിത സന്ദേശങ്ങളും ജീവിത ചരിത്രങ്ങളും നബിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൂടുതൽ ചർച്ചകൾക്ക് വിധേയമാകുന്നതും നമുക്കൊക്കെ പഠിക്കാൻ സാധിക്കുന്നതും. എല്ലാ കാലത്തും പഠിക്കാൻ ശ്രമിക്കേണ്ട ഒരു വിഷയമാണ്. സ്വാഭാവികമായും അതുണ്ടാകുന്നത് കുറഞ്ഞു പോകും. അതുകൊണ്ടാണ് റബീഉൽ അവ്വലിൽ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രങ്ങൾ പറയുകയും ജീവചരിത്രം ഒന്നുകൂടി വായിച്ചു നോക്കുകയും ഒന്ന് കേൾക്കുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്യണമെന്ന് പറയുന്നത്. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുക എന്ന് ഇത് ദീനിൽ നിർബന്ധമായ ഒരു കാര്യമാകുമ്പോൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തെക്കുറിച്ച് ആഴത്തിൽ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതുകൊണ്ട് തന്നെയാണ് മഹാന്മാരായ പണ്ഡിതന്മാരെല്ലാം സീറത്തുൻ നബി, നബിയുടെ ജീവചരിതം എന്ന് പറയുന്ന മേഖലയിൽ ഗ്രന്ഥരചനകൾ നടത്തിയത്, മൗലിദുകൾ രചിച്ചത്. എല്ലാ മഹാന്മാരായ പണ്ഡിതന്മാരും മറ്റു ഗ്രന്ഥങ്ങളിലൊക്കെ മറ്റു മേഖലകളിലൊക്കെ ഗ്രന്ഥങ്ങൾ രചിച്ചപ്പോഴൊക്കെ തബറുക്കൻ അവർ സീറത്തുൻ നബി എഴുതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവചരിത്രം, സീറ ലിറ്ററേച്ചർ എന്ന് പറയുന്നത് ജീവചരിത്രങ്ങൾ എഴുതപ്പെട്ടത് അനേകായിരം ജീവചരിത്രങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുറിച്ച് അറബി ഭാഷയിലും ഇംഗ്ലീഷ് ഭാഷയിലും പേർഷ്യൻ, ഉറുദു ഭാഷകളിലും ലോകത്തെ ഏകദേശം എല്ലാ ഭാഷകളിലും എഴുതപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതൊരു വലിയ മേഖലയാണ്. ടർക്കിഷ് ഭാഷയിലും സ്വാഹിലി ഭാഷ, അതുപോലെ തന്നെ പേർഷ്യൻ, പുഷ്തു തുടങ്ങി ജാവനീസ് തുടങ്ങി മുസ്ലിമീങ്ങൾ കൂടുതൽ അവരുടെ പ്രാദേശികമായി ഉപയോഗിക്കുന്ന ഭാഷകളിലൊക്കെ മനോഹരമായ കാവ്യങ്ങളും ഗദ്യങ്ങളും പദ്യങ്ങളും, അതുപോലെ തന്നെ മൗലിദ് എന്ന് പറയുന്നത് ഒരു രചനാ രീതിയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മവുമായി ബന്ധപ്പെട്ടും മറ്റുമൊക്കെയുള്ള ഹദീസുകളും ഖസീദകളും പാട്ടുകളും ബൈത്തുകളും ഒരുമിച്ച് ചേർന്നിട്ടുള്ള രചനയും പിന്നീട് അത് പാടി അത് പറഞ്ഞ് അതൊരു മൗലിദ് സദസ്സായി മാറുകയൊക്കെ ചെയ്യുന്ന അതിന്റെ അവതരണ രീതിയുമൊക്കെയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് രൂപം കൊണ്ട ഒരുപാട് എഴുത്തിന്റെയും അവതരണത്തിന്റെയും അനുഭവങ്ങളുടെയും ഒക്കെ മേഖലകൾ. അപ്പോൾ സീറത്തുൻ നബി എന്നത് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവചരിത്രം ഒന്ന് പഠിക്കുക. ആ ജീവചരിത്രം രചിച്ചതിനൊക്കെ മഹാന്മാർ വളരെ പ്രധാനമായ ചില മാർഗങ്ങൾ കണ്ടിട്ടുണ്ട്, ചില രീതികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സീറ പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട നബിയുടെ ജീവചരിത്രത്തിന്റെ ഓരോ ഘട്ടത്തിലൂടെ ഇങ്ങനെ കടന്നു പോവുക എന്നുള്ളതാണ്. ഇതിലേറ്റവും ആദ്യമായി കടന്നു വരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വരവിനെ കുറിച്ച് മുൻഗാമികൾ കൊടുത്തിരുന്ന സൂചനകളാണ്. നമുക്കറിയാം, എല്ലാ പ്രവാചകന്മാരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വരവിനെ കുറിച്ച് പരാമർശിച്ചിരുന്നു എന്നതാണ് മുസ്ലിമീങ്ങളുടെ വിശ്വാസം. എല്ലാ പ്രവാചകന്മാരും ആ തരത്തിൽ മുന്നറിയിപ്പ് കൊടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെയും ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെയും വിശിഷ്യ ഈ രണ്ടു പ്രവാചകന്മാരുടെ വഴികളിലൂടെയാണ് കൂടുതൽ ഒരു അഹ്ലുൽ കിതാബ് എന്ന രീതിയിൽ ഗ്രന്ഥങ്ങൾ സ്വീകരിച്ചുകൊണ്ട് അവരുടെ ഒരു തലമുറകളിലായി പിൻകാലത്ത് അനേകം സമൂഹങ്ങൾ ജീവിച്ചു പോകുന്നത്. അതുകൊണ്ട് തന്നെ ആ രണ്ട് സമൂഹങ്ങളിലെയും അവരുടെ മത പണ്ഡിതന്മാരും അതുപോലെ തന്നെ മഠങ്ങളിലൊക്കെ ആരാധന നടത്തിയിരുന്ന ആധ്യാത്മിക മേഖലയിൽ ഉയർന്ന് ചിന്തിച്ചിരുന്ന, പഠിച്ചിരുന്ന, മനസ്സിലാക്കിയിരുന്ന ആളുകളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് അന്വേഷിക്കുകയും വരാനിരിക്കുന്ന ഒരു പ്രവാചകന്റെ ഭാവഹാവാദികൾ കാണുന്ന ആളുകളെ കൂടുതൽ സൂക്ഷ്മ നിരീക്ഷണം നടത്തുകയൊക്കെ ചെയ്തിരുന്നത്. അതുകൊണ്ടാണ് സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹുവിനെ പോലത്തെ ആളുകൾ അത്തരം മാർഗങ്ങൾ തേടിയെത്തിയത്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സിറിയൻ യാത്രകളിൽ, ഷാമിലേക്കുള്ള കച്ചവട യാത്രകളിലൊക്കെ ഉണ്ടായ സംഭവങ്ങളൊക്കെ അതിനാണ് സൂചിപ്പിക്കുന്നത്. ഇപ്പൊ സീറയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് മുൻകാല പ്രവാചകന്മാർ അതുപോലെ തന്നെ മുൻഗാമികളായിരുന്ന പൂർവ്വസൂരികളായ ആളുകളൊക്കെ മുന്നറിയിപ്പ് നൽകിയതാണ് ഇതിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം. അപ്പോൾ ഈ ഒരു റബീഉൽ അവ്വലിലെങ്കിലും നമ്മുടെ മനസ്സിൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തിയാകുന്നു എന്ന് അവകാശപ്പെടുമ്പോൾ ആ പ്രവാചകന്റെ ജീവിത ചരിതങ്ങൾ, ആ പ്രവാചകന്റെ ജീവിതവുമായി ബന്ധപ്പെട്ടുള്ള വ്യത്യസ്തമായ ഘട്ടങ്ങൾ, അതിൽ തന്നെ പിൽക്കാല ചരിത്രത്തിന്റെ ഭാഗമായി അവതരിപ്പിക്കപ്പെട്ടപ്പോൾ വിവാദമായ ഒരുപാട് വിഷയങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പലരും ആക്ഷേപം ഉന്നയിച്ചത്, ആരോപണങ്ങൾ ഉന്നയിച്ചത്, അതിൻ്റെയൊക്കെ ഒരു ഇസ്ലാമിക വീക്ഷണപ്രകാരം വീക്ഷണപ്രകാരമുള്ള അതുമായി ബന്ധപ്പെട്ടുള്ള സത്യാവസ്ഥകൾ, ഇത്തരം കാര്യങ്ങളൊക്കെ ഒരു വിശ്വാസി മനസ്സിലാക്കിയിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോഴാണ് ആ പ്രവാചകനെ സ്നേഹിച്ചു, ഉൾക്കൊണ്ടു, മനസ്സിലാക്കി എന്ന് പറയാൻ സാധിക്കുക, ആ പ്രവാചകന്റെ മാർഗങ്ങൾ പിൻപറ്റി എന്ന് പിൻപറ്റാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെ ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു, ഇബ്നുൽ ജൗസി റളിയല്ലാഹു അൻഹു തുടങ്ങി ഒരുപാട് ആളുകൾ ഗ്രന്ഥരചനകൾ നടത്തി, സീറത്തുൻ നബവിയിൽ എഴുതി. ഒരുപാട് പണ്ഡിതന്മാർ, മഹാന്മാരായ ഒരുപാട് ആളുകൾ മൗലിദുകൾ രചിച്ചു. ബർസഞ്ചി മൗലിദും ഷറഫുൽ അനാം മൗലിദും നമ്മുടെ സൈനുദ്ദീൻ മഖ്ദൂം രചിച്ചതായി പറയപ്പെടുന്ന, നമ്മൾ സ്ഥിരമായിട്ട് പാരായണം ചെയ്യുന്ന വളരെ വലിയ ഒരു ചരിത്രത്തിന്റെ ഒരു പ്രധാനമായ ഘട്ടത്തിൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് തങ്ങളുടെ
കുറിച്ചുള്ള ബൈത്തുകൾ പാടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചരിത്രങ്ങൾ പറഞ്ഞ് അങ്ങനെയുള്ള ഒരു മൗലിദ് സദസ്സുകളെ ആത്മീയമായ ഔന്നത്യത്തിനും അതുപോലെ തന്നെ പ്രയാസങ്ങൾ ദൂരീകരിക്കുന്നതിനൊക്കെ വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം തൻ്റെ അനുയായികൾക്ക് പറഞ്ഞു കൊടുത്ത മൻഖൂസ് മൗലിദ് അടക്കമുള്ള നമ്മൾ ഏറ്റവും കൂടുതൽ പാരായണം ചെയ്യുന്ന ഒന്നാണ് മൻഖൂസ് മൗലിദ്. ലോകത്ത് പല രാജ്യങ്ങളിലും പലതുമാണ് പ്രചാരത്തിലുള്ളത്. ബർസഞ്ചി മൗലിദ്, അതുപോലെ തന്നെ ഷറഫുൽ അനാം മൗലിദ്, ഇങ്ങനെ ലോകത്തെ പല രാജ്യങ്ങളിലൂടെ സഞ്ചരിക്കും. തുർക്കിയിലും അതുപോലെ തന്നെ ശലബിയുടെ അവരുടെ തുർക്കി ഭാഷയിൽ രചിക്കപ്പെട്ട ഒരുപാട് മൗലിദുകളുണ്ട്. ഇന്തോനേഷ്യയിൽ ബർസഞ്ചി മൗലിദ് വളരെ പ്രചാരത്തിലുള്ളതാണ്. ഇന്തോനേഷ്യയിലും അതുപോലെ തന്നെ മലേഷ്യയുടെ പല ഭാഗങ്ങളിലൊക്കെ ആയിട്ട് ഇങ്ങനെ ഈ രചനകൾ പല പണ്ഡിതന്മാർ പല കാലങ്ങളിൽ രചിച്ച മൗലിദുകളും അതുപോലെ തന്നെ സീറകളും, സീറ പാരായണം എന്ന് പറയുന്നത് തന്നെ മൗലിദുകളുടെ മീലാദുൻ നബിയുടെ ഭാഗമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനത്തിന്റെ ഭാഗമായി ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ ആചരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് അല്ലെങ്കിൽ ഒരു ചടങ്ങാണ് സീറ പാരായണം, നബിയുടെ ജീവചരിത്രങ്ങൾ അവതരിപ്പിക്കുക എന്നുള്ളത്. നമ്മുടെ നാട്ടിൽ കൂടുതലായി അത് അന്നത്തെ ദിവസം കുട്ടികളെ കൊണ്ട് ആണ് അത് അവതരിപ്പിക്കുന്നത്. കുട്ടികളുടെ ഒരു പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് അത് വരുന്നു. അതിലപ്പുറം അതിൽ മാത്രം ഒതുങ്ങാതെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവചരിത്രങ്ങൾ പലരും ആധുനിക കാലഘട്ടത്തിൽ തന്നെ പല ആളുകൾ പല രീതിയിൽ എഴുതിയിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ പഠനത്തിന്റെയും അന്വേഷണത്തിന്റെയും ഭാഗമാകണം. അപ്പോഴാണ് ഈ പ്രവാചകനെ നമ്മൾ കൂടുതൽ മനസ്സിലാക്കിയതായിട്ട് നമുക്ക് ഉൾക്കൊള്ളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അൻ അബി ഉമാമ റളിയല്ലാഹു അൻഹു ഖാല ഖുൽതു അബൂ ഉമാമ റളിയല്ലാഹു അൻഹു പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഞാൻ ചോദിച്ചു, മാ കാന അവ്വലു ബുദ്ഇ അംരിക, നബിയെ നിങ്ങളുടെ ഒരു കാര്യത്തിന്റെ തുടക്കം എന്തായിരുന്നു, അഥവാ ഈ നബുവത്തിന്റെയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ തുടക്കം എന്തായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ദഅവത്തു അബി ഇബ്രാഹിം, എൻ്റെ പിതാവ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ പ്രാർത്ഥനയാണ്. വബുഷ്റ ഈസ, മഹാനായ ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ സന്തോഷവാർത്തയാണ്. വറഅത്ത് ഉമ്മി നൂറൻ അളാഅത്ത് മിൻഹു ഖുസൂറുശ് ശാം, പിന്നെ എൻ്റെ ഉമ്മ ഒരു പ്രകാശം കണ്ടു. അളാഅത്ത് മിൻഹു, ആ പ്രകാശം കൊണ്ട് പ്രകാശിപ്പിച്ചു, പ്രകാശിതമായി ഖുസൂറുശ് ശാം, സിറിയൻ കൊട്ടാരങ്ങൾ വരെ പ്രകാശിതമായ വലിയൊരു പ്രകാശം എൻ്റെ ഉമ്മ കാണുകയും ചെയ്തു. ഇതൊക്കെയാണ് എൻ്റെ ഒരു നുബുവത്തിന്റെ തുടക്കത്തിന്റെ ആദ്യ കാര്യങ്ങൾ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പോൾ ഇത് പലതും മുന്നറിയിപ്പുകളെ കുറിച്ചും തലമുറകൾക്ക് ലഭിച്ചിരുന്ന മുന്നറിയിപ്പുകൾ, അതേപോലെ തന്നെ ആമിന റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഗർഭം ചുമന്നതും പ്രസവിച്ചതുമായി ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങളൊക്കെ മുസ്ലിം റിവായത്ത് ചെയ്ത, അഹമ്മദ് റിവായത്ത് ചെയ്ത ഈ ഹദീസ്, അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് സീറകളിൽ വന്ന ഇബ്നു സഅദിന്റെയും അതുപോലെ തന്നെ ഒക്കെ സീറകളിൽ വന്ന പ്രവാചക ചരിത്രങ്ങളിൽ വന്ന ഒരുപാട് റിവായത്തുകൾ ഒക്കെയാണ് ഇത്തരം വിഷയങ്ങളുടെ ആധാരമായിട്ടുള്ളത്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദഅവത്തു ഇബ്രാഹിം എന്ന് പറഞ്ഞത് മഹാനായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ഒരു പ്രാർത്ഥനയാണ്. റബ്ബന വബഅത്ത് ഫീഹിം റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിക വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മത വയുസക്കീഹിം ഇന്നക അൻതൽ അസീസുൽ ഹകീം. മഹാനായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ദുആ ചെയ്യാൻ, റബ്ബന, പടച്ചവനെ, വബഅത്ത് ഫീഹിം, ഈ സമൂഹത്തിൽ നീ അയച്ചു കൊടുക്കണേ, റസൂലൻ മിൻഹും, അവരിൽ നിന്നുള്ള ഒരു പ്രവാചകനെ, യത്ലു അലൈഹിം ആയാതിക, അവരുടെ മേൽ നിന്റെ ആയാത്തുകളെ കുറിച്ച്, നിന്റെ ആയാത്തുകൾ പാരായണം ചെയ്തു കൊടുക്കുന്ന, വയുഅല്ലിമുഹുൽ കിതാബ, അവർക്ക് ഗ്രന്ഥം പഠിപ്പിച്ചു കൊടുക്കുന്ന, വൽ ഹിക്മ, ജ്ഞാനവും പഠിപ്പിച്ചു കൊടുക്കുന്ന, വയുസക്കീഹിം, അവരെ തസ്കിയത്ത് ചെയ്യുന്ന, സംസ്കരിച്ചെടുക്കുന്ന ഒരു പ്രവാചകനെ നീ അവരിലേക്ക് അയക്കണേ എന്ന് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ പ്രാർത്ഥനയാണ്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ കഅബയുടെ നിർമ്മാണവുമായും സംസം കിണറുമായും കഅബയുടെ തന്നെ മക്കയുടെ തന്നെ ആ ഒരു അഭിവൃദ്ധിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ളൊക്കെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ഒരുപാട് പ്രാർത്ഥനകൾ, ചരിതങ്ങൾ നമ്മുടെ ജീവിതത്തോട്, ഇസ്ലാം മതത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ ഇതാണ്. പിന്നെ ബുഷ്റ ഈസ എന്നതിനെ കുറിച്ച്, ഈസാ നബി അലൈഹി ഇസ്ലാം തന്റെ തലമുറക്ക് കൊടുത്ത സന്തോഷ വാർത്തയെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. ഈസാ നബി അലൈഹി ഇസ്ലാം പറയുന്നതായിട്ട് ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട്. ബിറസൂലിൻ മുബശ്ശിറൻ ബിറസൂലി യഅതി മിൻ ബഅദി ഇസ്മുഹു അഹ്മദ് മുബശ്ശിറൻ, ഈസാ നബി അലൈഹി ഇസ്ലാം ഞാൻ വന്നത് മുന്നറിയിപ്പ്, സന്തോഷവാർത്ത അറിയിക്കാൻ കൂടിയാണ്. ബിറസൂലിൻ, ഒരു പ്രവാചകനെ കുറിച്ച്, യഅതി മിൻ ബഅദി, എന്റെ ശേഷം വരാൻ പോകുന്ന ഒരു പ്രവാചകൻ, ഇസ്മുഹു അഹ്മദ്, അഹ്മദ് എന്ന പേരായ ഒരു പ്രവാചകൻ വരുന്നത് എന്നതിനെ കുറിച്ചിട്ടുള്ള സന്തോഷവാർത്ത അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വന്നത് എന്നതാണ്. അതേപോലെ തന്നെ മൂന്നാമതായി ആമിന റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഗർഭധാരണവുമായും പ്രസവവുമായും ബന്ധപ്പെട്ട് ഒരു വലിയ പ്രകാശം കണ്ടു. ആ പ്രകാശം സിറിയൻ കൊട്ടാരങ്ങളെ വരെ പ്രകാശിതമാക്കി എന്ന് പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നൂറാണ്
പ്രകാശമാണ് ലോകത്ത് ആദ്യമായി സൃഷ്ടിക്കപ്പെട്ടത് എന്ന് പറഞ്ഞ് വിശ്വാസപരമായ ഒരുപാട് ചർച്ചകൾ ഇസ്ലാമികമായി നടക്കുന്നുണ്ട്. നബിയുടെ നൂറിനെ കുറിച്ചുള്ള ഒരുപാട് ചർച്ചകളുണ്ട്. പ്രവാചകന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ പ്രകാശത്തിനെ കുറിച്ചിട്ടുള്ള ഒരുപാട് വിശദീകരണങ്ങൾ മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അത് അബ്ദുള്ള എന്നവരുടെ നെറ്റിത്തടത്തിൽ ആ പ്രകാശം വെളിവായിരുന്നു. അത് തലമുറകളിലൂടെ കൈമാറി വന്ന പ്രവാചകത്വത്തിന്റെ പ്രകാശമാണ്. അത് ആമിന റളിയല്ലാഹു അൻഹയിലേക്ക് ആണ് അത് അബ്ദുള്ള കൈമാറി എന്ന് തുടങ്ങി. ആമിന റളിയല്ലാഹു അൻഹ ഗർഭം ചുമന്നു. ആമിന ബീവി ആ പ്രകാശത്തെ കണ്ടു. ആ പ്രകാശം ലോകം മുഴുവനും നന്മ പരത്തുന്നതായി, വെളിച്ചം പരത്തുന്നതായി പറഞ്ഞു. ഖുർആൻ തന്നെ പറയുന്നുണ്ടല്ലോ, ഖദ് ജാഅക്കും റസൂലും. അത് ഷിർക്കിന്റെ ദുൽമത്തിൽ നിന്ന് അത് ഭൂമിയുടെ ആളുകൾക്ക് അഹ്ലുൽ അർള് അതുകൊണ്ട് ഇഹ്തദാ ബിഹി അഹ്ലുൽ അർള്, ഭൂമിയിലെ ആളുകൾ അതുകൊണ്ട് സന്മാർഗം സിദ്ധിക്കും. വസാല ബിഹി ദുൽമത്തു ഷിർക്കി മിൻഹു, ആ പ്രകാശം കാരണം ഷിർക്കിന്റെ ഇരുട്ടറകൾ മുഴുവനും നീങ്ങിപ്പോകും. അതുപോലെ തന്നെ അള്ളാഹു പറയുന്നുണ്ട്, ഖദ് ജാഅക്കും മിനല്ലാഹി നൂറുൻ വകിതാബും മുബീൻ, അള്ളാഹുവിൽ നിന്ന് നിങ്ങൾക്ക് വലിയ പ്രഭ വന്നിരിക്കുന്നു, വലിയ വ്യക്തമായ ഒരു ഗ്രന്ഥമാണ് വന്നിരിക്കുന്നത്. യഹ്ദീ ബിഹില്ല മനിത്തബഅ റിദ്വാനഹു സുബുലസ്സലാം, അള്ളാഹുവിന്റെ ശരിയായ മാർഗം സ്വീകരിച്ച പിൻപറ്റിയ ആളുകൾക്ക് അള്ളാഹു ആ പ്രകാശം കൊണ്ട് സന്മാർഗദർശനം കൊടുക്കും. വയുഖ്രിജുഹും മിനദ്ദുലുമാതി ഇലന്നൂർ, അവരെ ദുലുമാത്തിൽ നിന്ന്, ഇരുട്ടറകളിൽ നിന്ന് പ്രകാശത്തിലേക്ക് അവരെ പുറപ്പെടുവിക്കും. ബിഇദ്നിഹി, അള്ളാഹുവിന്റെ പ്രത്യേകമായ സമ്മതം കൊണ്ട്. വയഹ്ദീഹിം ഇലാ സിറാത്തിൻ മുസ്തഖീം, അവരെയൊക്കെ നേരായ മാർഗത്തിലേക്ക്, ഋജുവായ പാന്താവിലേക്ക് അള്ളാഹു നയിക്കുകയും ചെയ്യും. അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ പ്രകാശം. അപ്പോൾ ആ പ്രകാശം അത് ഒരു സിംബോളിക് ആയിട്ടുള്ള പ്രതീകാത്മകമായ പറച്ചിലാണെന്ന് പറയുന്ന ആളുകളുണ്ട്. അല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പ്രകാശമായിരുന്നു. പിൽക്കാലത്ത് നബിയോട് കൂടെ ജീവിച്ച ആളുകളൊക്കെ നബി ഉണ്ടെങ്കിൽ അവിടെ വെളിച്ചം വേണ്ട. ഇന്ന ബൈതൻ അന്ത സാകിനുഹു ലൈസ മുഹ്താജൻ ഇല സുറുജി എന്ന കവിത എന്ന മനോഹരമായ കവിത വരുന്നത്, ഇന്ന ബൈതൻ അന്ത സാകിനുഹു, നബിയെ അങ്ങ് താമസിക്കുന്ന ഒരു വീട്ടിൽ ലൈസ മുഹ്താജൻ ഇല സുറുജി, മറ്റു വിളക്കുകളിലേക്ക് ആവശ്യമില്ല എന്ന പരാമർശം വരുന്നത്, അത് അക്ഷരാർത്ഥത്തിൽ തന്നെ പ്രവാചകർ ഒരു പ്രഭയായിരുന്നു, വലിയ പ്രകാശമായിരുന്നു എന്ന് പറയുന്ന രീതിയിൽ അതിന്റെ വിശദീകരണങ്ങളുണ്ട്. അപ്പോൾ ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മുൻഗാമികളുടെ മുന്നറിയിപ്പുകളെ കുറിച്ചുള്ള പരാമർശമാണിത്. അതുപോലെ തന്നെ മറ്റൊരു സീറയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിറന്നു വീഴുമ്പോൾ ഉണ്ടാകുന്ന ലോകത്ത് നടന്ന അത്ഭുതങ്ങളെ കുറിച്ചിട്ടാണ്. ഇത് ഈ അറബികൾ അവരുടെ സംസാരങ്ങൾ, അവരുടെ ഉണ്ടായിരുന്ന ഒരുപാട് അഹദാത്തുകൾ, സംഭവ വികാസങ്ങളൊക്കെ തലമുറകളിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇംറുൽ ഖൈസിന്റെ ഒക്കെ അങ്ങനെ തന്നെയാണ് വന്നിട്ടുള്ളത്. ബുഖാരിയിലും മുസ്ലിമിലും ഒക്കെ ഇത് വേണമെന്ന് ശാഠ്യം പിടിച്ച് പറയുന്ന കുറേ ആളുകളുണ്ട്. ബുഖാരിയുടെയും മുസ്ലിമിന്റെയും ആ ഒരു പർപ്പസ് ഓഫ് അതിന്റെ കളക്ഷന്റെ അതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ തന്നെ അത് വളരെ പ്രധാനമായി മനസ്സിലാക്കുമ്പോഴാണ് ഇത്തരം കാര്യങ്ങൾ ഇബ്നു സഅദ് തബഖാത്ത് ഇബ്നു സഅദിലും അതുപോലെ സീറത്ത് ഇബ്നു ഹിഷാമിലും അതുപോലെ മറ്റ് അനേകം സീറകളിൽ വന്ന ഈ പരാമർശങ്ങളെ അന്ധമായി വിമർശിക്കുന്നതിന് പകരം എങ്ങനെയാണ് അറബ് സമൂഹങ്ങളിൽ നിലനിന്നിരുന്ന ഒരുപാട് ചരിതങ്ങൾ, അഹദാത്തുകൾ, അഖ്ബാറുൽ അറബ് ഒക്കെ പിൽക്കാല തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടത്, അത്തരം ഭാഗങ്ങളുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായിട്ട്, ഒരു വിഷയമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രസവ സമയത്തും അതുപോലെ തന്നെ പ്രസവത്തിന് ശേഷവും ഒക്കെ മക്കയിലുണ്ടായ ആമിന റളിയല്ലാഹു അൻഹ അനുഭവിച്ച, അബ്ദുൽ മുത്തലിബും അബൂ താലിബും ഒക്കെ അനുഭവിച്ച സംഭവ വികാസങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ലോകം അനുഭവിച്ച ഒരുപാട് കാര്യങ്ങൾ ഫഖദ് ജാഅ ഫീ കുതുബിസ് സീറ ഗ്രന്ഥങ്ങളിൽ വന്നിട്ടുണ്ട്. സിഫത്ത് മൗലിദിഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ഒരു പ്രസവത്തിന്റെ സംഭവത്തിൽ നടന്ന ഒരുപാട് സംഭവങ്ങൾ, അതിന്റെ വിശേഷണങ്ങൾ. ഫഖദ് വലിദ യതീമൻ, സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യതീമായിട്ടാണ് ജന്മം കൊള്ളുന്നത്. അഥവാ അബ്ദുള്ള എന്നവർ നേരത്തെ മരിക്കുന്നുണ്ടല്ലോ, അബ്ദുള്ള എന്നവർ നേരത്തെ മരിക്കുന്നുണ്ട്. മഖ്തൂനൻ മഖ്തൂഅ അസ്സുറ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സർക്കംസൈസ് ചെയ്യപ്പെട്ട് ചേലാകർമ്മം ചെയ്യപ്പെട്ടിട്ടാണ്. ചില ആളുകൾ പറയാറുണ്ട് അതത്ര വലിയ സംഭവമൊന്നുമല്ല എന്ന്. ചില ആളുകൾ ഇത്തരം വിഷയങ്ങൾ പരാമർശിക്കുമ്പോൾ അതിന്റെ റാഷണലായിട്ട് ചിന്തിച്ചിട്ടൊക്കെ പറയാറുണ്ട്. ഒരുപാട് ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ചിടത്തോളം നബിയുടെ ഒരു ഔറത്ത് പരമാവധി അല്ലാഹു സുബ്ഹാനഹു വ തആല മറക്കുന്ന രീതിയിലാണ്. അഥവാ ആ ഒരു വ്യക്തിത്വത്തെ, അത് ഇസ്ലാമിക ജ്ഞാനശാസ്ത്രത്തിൽ അതിന്റെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാത്രമാണ് അള്ളാഹുവിനെ കണ്ടത്. അപ്പൊ അള്ളാഹുവിനെ കുറിച്ചുള്ള ജ്ഞാനം ഭൂമി ലോകത്ത് പരത്തുന്ന ഒരാൾ എല്ലാ അർത്ഥത്തിലും പരമാവധി പരിശുദ്ധനായിരിക്കുക എന്ന ഒരു സംരക്ഷണം പ്രവാചകന്മാർക്ക് അള്ളാഹു കൊടുത്തു. അതിൽ ഏറ്റവും വലിയ പരിശുദ്ധി സൂക്ഷിച്ചു എന്നതാണ് ഇത്തരം ചരിതങ്ങളുടെയും ഇത്തരം സീറകളുടെയും ഒക്കെ നമുക്ക് പകർന്നു തരുന്ന അറിവ്. ആ ഒരു പ്രാധാന്യമാണ്.
മഖ്തൂഅ അസ്സുറ വഹുവ യഖൂലു അല്ലാഹു അക്ബർ വൽഹംദുലില്ലാഹി കതീറ സുബ്ഹാനല്ലാഹി ബുക്റതൻ വസീല എന്ന് പ്രവാചകൻ ഉരുവിട്ടിരുന്നു എന്ന് ചില ഇതിൽ കാണാം. അന്ന ഉമ്മഹു, അല്ലെങ്കിൽ അങ്ങനെ പരാമർശിക്കപ്പെടുന്നതായി കേട്ടു എന്നുള്ളതാണ് ചില സീറകളിലുള്ളത്. അന്ന ഉമ്മഹു റഅത ഹീന വളഅത്ഹു നൂറൻ ഖറജ മിൻഹാ അളഅ മിൻഹു ഖുസൂറു ബുസ്റ മിൻ അർളി ശാം. സിറിയയിലെ കിസ്റയുടെ കൊട്ടാരങ്ങൾ വരെ പ്രകാശിപ്പിച്ച ഒരു പ്രകാശം ആമിന റളിയല്ലാഹു അൻഹ തന്നിൽ നിന്ന് പുറപ്പെടുന്നതായി കണ്ടു. കമാ തസാഖത്തത്തിൽ അസ്നാമു ഫിൽ കഅബതി അലാ വുജൂഹിഹ, എല്ലാ ബിംബങ്ങളും മുഖം കുത്തി വീണു. വൻകസറ ഈവാൻ, കിസ്റയുടെ കൊട്ടാരം സിംഹാസനം തകർന്നു. വസഖത്തത് അർബഅതു അശ്റ ശുറാഫത്തുൻ മിൻഹു, ആ കൊട്ടാരത്തിൽ നിന്ന് 14ഓളം വലിയ താഴികക്കുടങ്ങൾ നിലത്തേക്ക് വീണു. അതുപോലെ തന്നെ വൻഖമദത്ത് നാറു ഫാരിസ് അല്ലതി കാനത് തുഅബദു, ആരാധിക്കപ്പെട്ടിരുന്ന പേർഷ്യയിലെ തീക്കുണ്ടാരം അണഞ്ഞുപോയി. വജഫത്ത് ബുഹൈറത്തു സാവ, ഇറാഖിലെ മുസന്ന എന്ന് പറയുന്ന സ്ഥലത്താണ് സാവ തടാകമുള്ളത്, അത് വറ്റിപ്പോയി. വഖമദത്ത് നീറാൻ ഫാരിസ്, പേർഷ്യൻ തീ അണഞ്ഞുപോയി. വലം തഖ്മത് ഖബ്ല ദാലിക അൽഫി ആമിൻ, 1000ഓളം വർഷങ്ങൾ അത് കത്തിക്കൊണ്ടേയിരുന്നിരുന്നു. വലം യബ്ഖ സരീറുൻ ലിമലികിൻ മിൻ മുലൂകി ദുനിയ ഇല്ലാ അസ്ബഹ മൻകൂസ, എല്ലാ ഭൂമിലോകത്ത് അന്ന് ജീവിച്ചിരുന്ന സകല രാജാക്കന്മാരുടെയും അവരുടെ സിംഹാസനങ്ങൾ തലകുത്തി വീണു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് സംഭവവികാസങ്ങളെ, ചരിതങ്ങളെ, ഒരുപാട് അത്ഭുത സംഭവങ്ങളെ പ്രവാചകരുടെ ജന്മത്തോടനുബന്ധിച്ച് ലോകത്ത് സംഭവിച്ചതായിട്ട് ഒരുപാട് സീറ ഗ്രന്ഥങ്ങളിൽ, ഒരുപാട് മൗലിദ് ഗ്രന്ഥങ്ങളിൽ രേഖപ്പെട്ട് കിടക്കുന്നു. ഇതിന്റെ പാരായണം, ഈ ജന്മത്തിന്റെ മൗലിദ് സദസ്സുകളിലെ ഹദീസുകളുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മവുമായി ബന്ധപ്പെട്ട് ലോകത്തുണ്ടായ അത്ഭുതങ്ങൾ, ആമിന റളിയല്ലാഹു അൻഹ പ്രസവം അനുഭവിച്ചത്, ആ വേദനയില്ലാതെയായിരുന്നു ആമിന ബീവിയുടെ പ്രസവം, ഇങ്ങനെയൊക്കെ തുടങ്ങി ഇബ്നുൽ ജൗസി അടക്കം ഒരുപാട് മഹാന്മാരായ മുൻഗാമികളായ ആളുകൾ നബിയുടെ സീറ എഴുതിയവരും നബിയെക്കുറിച്ച് മൗലിദ് എഴുതിയവരും ഒക്കെ പരാമർശിച്ചതാണ് നബിയുടെ സീറയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം. അത് തിങ്കളാഴ്ചയായിരുന്നു. അൻ അബീ ഖതാദത സുഇല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ സൗമി യൗമിൽ ഇത്നൈൻ, എന്താ തിങ്കളാഴ്ച ദിവസം നോമ്പ് നോക്കുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കപ്പെട്ടപ്പോൾ നബി പറഞ്ഞു, ദാക യൗമിൻ ഉലിത്തു ഫീഹി, ഞാൻ അന്നാണ് പ്രസവിക്കപ്പെട്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഇപ്പൊ നബിയുടെ ജീവചരിതത്തിന്റെ സീറയുടെ വളരെ പ്രധാനപ്പെട്ട ആദ്യത്തെ 2 ഭാഗങ്ങളാണ് നമ്മൾ പറഞ്ഞത്. സീറ കൂടുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവചരിത്രങ്ങളും സന്ദേശങ്ങളും നബിയുടെ അധ്യാപനങ്ങളും മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ പകർത്താനും ഉൾക്കൊള്ളാനും അത് പകർത്താനുള്ള പ്രചോദനമായി നബിയുടെ ജീവചരിത്രം പഠിക്കാനും അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.